വിന്റർ സമയം അതായത് നവംബർ, ഡിസംബർ ഏകദേശം ആ ഒരു സമയത്ത് ഈ ത്രോംസോയിലുള്ള ഫ്യോർഡ്സിൽ ഈ ഹെറിങ്സ് എന്ന് പറയുന്ന മീനിൻ്റെ ഗ്രൂപ്പുകൾ വരും. സോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് പല ടൈപ്പ് വെയിലിൻ്റെ സ്പീഷീസ് ഇപ്പോൾ ഹംബാക്ക് വെയിൽസ് അതുപോലെ തന്നെ കില്ലർ വെയിൽസ് ഇതെല്ലാം ഈ ഒരു ത്രോംസോയുടെ ഫ്യോർഡ്സ് നമുക്ക് കാണാൻ പറ്റും. സിറ്റിയിൽ നിന്ന് തന്നെ ഈ വെയിൽ വാച്ചിങ്ങിന് കൊണ്ടുപോകുന്ന ഒരുപാട് ടൂർ കമ്പനീസ് ഉണ്ട്. ഞങ്ങളതിൽ ബ്രിം എക്സ്പ്ലോറർ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് കോൺടാക്ട് ചെയ്തത്. അവരുടെ ഷിപ്പിലാണ് ഞങ്ങള് ഈ ഒരു വെയിൽ വാച്ചിങ്ങിന് പോയത്. മൊത്തം ടൂറിന്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 8 മണിക്കൂറാണ്. ഞങ്ങളുടെ ഈ വെയിൽ വാച്ചിങ് ട്രിപ്പ് തുടങ്ങിയത് ഏകദേശം ഒരു 8:15 സമയത്തായിരുന്നു രാവിലെ. ഈ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അവർ പറയുന്നൊരു കാര്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. ഒരിക്കലും 100% ഉറപ്പ് പറയാൻ പറ്റത്തില്ല വെയിലിനെ കാണാൻ പറ്റുമെന്ന്. പ്രോബബിലിറ്റി ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്. അവിടെ കാണാൻ പ്രോബബിലിറ്റി കൂടുതലാണ് എന്നുള്ള ആ ഒരു ബേസിലാണ് നമ്മൾ പോകുന്നത്. ഞങ്ങളുടെ യാത്ര തുടങ്ങിയതിന് ശേഷം ഏകദേശം ഒരു 2, 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഉൾക്കടലിലേക്കെത്തി. ഉൾക്കടലിലെത്തുന്ന സമയത്ത് നല്ല രീതിയിൽ കാറ്റ് വരും. ആ കാറ്റും കൂടെ വരുമ്പോഴത്തേക്ക് ആ ഫീൽഡ് ടെമ്പറേച്ചർ നല്ല രീതിയിൽ കുറയും. നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് കാറ്റൊക്കെ ഉള്ള സമയത്ത് ഇവിടുത്തെ ടെമ്പറേച്ചർ കടലിലുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏകദേശം -27°C ആയിരുന്നു. പുറത്തിറങ്ങി വെയിലിനെയൊക്കെ കാണാനും, ആ ഒരു മഞ്ഞ് വീഴ്ച അനുഭവിക്കാനും, ആ ഒരു കാറ്റും തണുപ്പും ഒക്കെ അനുഭവിക്കണമെങ്കിൽ നമ്മൾ അത്യാവശ്യം പ്രിപ്പയർ ചെയ്ത് തന്നെ പോണം.